ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നമ്മുടെ കുരുമുളകാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുരുമുളകാണ് ഈ കാണുന്നത്. നമ്മളൊരു 8 ചുവട് കുരുമുളക് നമ്മൾ അടക്കാമരത്തിൽ ആണ് വെച്ച് പിടിപ്പിച്ചത്. ഇപ്പോൾ അടക്കാമരത്തിൻ്റെ തല നമ്മൾ വെട്ടിക്കളഞ്ഞായിരുന്നു. ഒരു മണ്ടത്തരം ഒന്ന് പറ്റിപ്പോയി നമുക്ക്. അത് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഷീറ്റാണ്. അപ്പോൾ ഷീറ്റിൻ്റെ മുകളിലോട്ട് ഇതിൻ്റെ ഓല വീണ കാരണം വെള്ളം കെട്ടി നിന്നാണ് നമ്മൾ ആ തല മുറിച്ച് കളഞ്ഞു. അപ്പോൾ അത് കാരണം കുറേ കുരുമുളകൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് അതിന് ചൂട് കൊണ്ടിട്ട് പോയി കുറേയില്ല. ബാലൻസ് ഉള്ളതാണ്. എന്നാൽ അത്യാവശ്യം നമുക്ക് എല്ലാ വർഷവും വിളവ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞാലും നമുക്ക് ബാലൻസ് കുരുമുളക് വരാറുണ്ട്. അത് നമ്മൾ വിൽക്കുമായിരുന്നു. ഇപ്പോൾ ചൂട് ഭയങ്കരമായിട്ട് അടിച്ചിട്ടുണ്ട്. എന്നാലും കായ്ച്ചിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കുരുമുളക്. വിളവെടുക്കാനായിട്ടില്ല. പിന്നെ തിരി വേറെ ഇടുന്നുണ്ട്, പുതിയത് വരുന്നുണ്ട്. കായ്ച്ച കുരുമുളകും ഉണ്ട് അതിൻ്റെ അകത്ത്. പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ കുരുമുളകിന് വേണ്ടി ഇട്ട് കൊടുക്കാറില്ല. കുരുമുളകിന് നമ്മുടെ വീട്ടിലെ വേസ്റ്റും പിന്നെ ഇറച്ചി കഴിയണ വെള്ളം, മീൻ കഴിയണ വെള്ളമെല്ലാം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാറുണ്ട്, കഞ്ഞിയുടെ വെള്ളമെല്ലാം. ഇതൊക്കെ തന്നെ നമ്മൾ കുരുമുളകിന് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നാലും എല്ലാ വർഷവും നന്നായിട്ട് കായ്ക്കാറുണ്ട്. ഇപ്രാവശ്യം ആയിട്ടുണ്ട്, എന്നാലും അതിൻ്റെ ചൂട് ഇച്ചിരി നന്നായിട്ട് അടിക്കുന്നുണ്ട് അതിൽ. അത് കാരണം ഒരു ഇലയൊക്കെ ഒന്ന് പതുക്കെ പഴുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കുരുമുളക്. ഇപ്പോൾ 8 ചുവട് കുരുമുളകാണ് നമുക്കുള്ളത് ഇപ്പോൾ നിലവിൽ. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത് ഇനി അടക്കാമരം വെച്ച് പിടിപ്പിക്കണം അതിൻ്റെ ചുവട്ടിലൊക്കെ, വെയിലടിക്കാതിരിക്കാൻ. അപ്പോൾ അതിൽ തന്നെ വെച്ച് കെട്ടി വെച്ചിരിക്കണൊക്കെ താഴോട്ട് പോകുന്നേ ചാടി. നമ്മളതിൽ തന്നെ വെച്ച് കെട്ടി വെച്ചിരിക്കുന്ന കുരുമുളകെല്ലാം പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇന്നത്തെ വിശേഷം കുരുമുളകിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യ്, എനിക്ക് സപ്പോർട്ട് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്.